ഹലോ ഓൾ. അപ്പോൾ ഞങ്ങളുടെ ലേക്ക് ഗാർഡനിലെ സെക്കൻഡ് ഡേ ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് ഇന്നലത്തേക്കാളും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് നോർത്തേൺ പാർട്ട് ഓഫ് ലേക്ക് ഗാർഡനിലേക്ക് പോകാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ആ പോകുന്ന വഴിക്ക് കുറച്ച് വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു കഴിപ്പ് മുഖ്യം പിക്കില്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ പടി ഒന്നും ഇങ്ങനെ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുമ്പോൾ നടക്കാറില്ല. അപ്പോൾ എന്തൊക്കെ കവർ ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒലിവ് ഓയിൽ ഫാക്ടറി നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് കണ്ടിട്ട് നമ്മൾ അവിടെ വന്നേക്കുകയാണ്. ആഷി മുഹമ്മദ് നമ്മളിവിടെ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇറ്റലിയിലെ ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള ഒലിവ് ഓയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഒലിവ് ട്രീസ് നമ്മുടെ തൊട്ട്. ഒലിവ് ട്രീസിനെ ഗ്രോ ചെയ്യാനായിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ് കുറച്ച് നല്ലതായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ലേക്ക് ഗാർഡ എന്ന് പറയുന്നത് ഇറ്റലിയുടെ നോർത്തിലാണ്, ഇറ്റലിയുടെ സൗത്തിലേക്കാണ് കൂടുതലും മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ളത്. അപ്പം ലേക്ക് ഗാർഡയുടെ ചുറ്റുമുള്ള ഗ്ലേഷ്യൽ മൊറൈൻ ഹിൽസിൽ ഈ ഒലിവ് ട്രീസ് ഉണ്ടാവാനായിട്ട് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഉള്ളത്. ഈ ഒലിവ് ട്രീസ് അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള ഒരു മരമാണെന്നുണ്ടെങ്കിൽ അതിന് അധികം കോൾഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൽപ്സിന് അടുത്താണെന്നുണ്ടെങ്കിലും ഈ ആൽപ്സ് കാരണം അത്യാവശ്യം നല്ല റെയിൻഫോൾസ് കിട്ടും. ഒരു സൈഡിൽ ലേക്ക് ഗാർഡനും ഒരു സൈഡിൽ മൗണ്ടൻസും ആയിട്ട് ഈ ഏരിയ നന്നായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഈ ഒലിവ് ട്രീസ് വളരാനായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഈ ലേക്ക് ഗാർഡയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ ഒലിവ് ഓയിൽ പ്രൊഡക്ഷൻ ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഒലിവ് മേടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയാന്ന് പറയാം? നെക്സ്റ്റ് ടാർഗറ്റ് നമ്മള് ലിമോണോ അങ്ങനെ എന്തോ ഒരു ഇതാണ്, നോർത്തേൺ സൈഡിലേക്കുള്ള ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ബീച്ചിലേക്ക് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ലിഫിൽ കൂടെ ഉള്ള ഒരു സൈഡിൽ കൂടെ ഉള്ള ഒരു വാക്കൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിന്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാം. അതിനുശേഷം മറ്റിടത്തും പോവാം. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചറിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിലിങ്ങിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് ഇവിടെ ഒരു റൗണ്ട് അബൌട്ടിൽ ഈ കാണുന്ന ഒരു ലീവ്സിൻ്റെ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ആ ലീവ്സ് സോളാർ പാനലിങ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെ ലേക്കിന് ചുറ്റുമുള്ള ചില ഇടവഴികളിലൂടെയൊക്കെ, ചെറിയ ഇടുങ്ങിയ വഴികളാണ്, അതിലൂടെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. ചില സ്ഥലത്ത് നമുക്ക് ലേക്കിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിൽ രണ്ട് സൈഡിലും ക്ലോസ്ഡ് ആയിരിക്കും. ടൊസ്കലാനോ മഡേർണോ എന്ന് പറഞ്ഞ വില്ലേജിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ മിഡീവൽ ഏജസിൽ നിന്നുള്ള പല കൺസ്ട്രക്ഷനുകളും ചർച്ചുകളും ഒക്കെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഉയർന്നു നിൽക്കുന്ന ഇറ്റാലിയൻ സൈപ്രസ് ട്രീയും നമുക്കിവിടെ റോഡ് സൈഡിലൊക്കെ കാണാനുണ്ട്. ഒരു വില്ലേജ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ഒരു കാപ്പി കുടിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്ത് കണ്ട ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ കയറുവാണ്. ഇപ്പം നമ്മൾ കോഫി അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം നമ്മൾ മോർണിംഗ് ഇറങ്ങിയപ്പോൾ അവിടെ കോഫി ഇല്ലായിരുന്നു എയർബിഎൻബിയിൽ. അപ്പോൾ എല്ലാവരും ഒരു മടുത്തൊരു ഇതിലായതുകൊണ്ട് നമ്മൾ കോഫി അന്വേഷിച്ച് നമ്മളിപ്പോൾ പോവാണ്. ആദ്യം പോയ സ്ഥലം തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർത്തി കഴിഞ്ഞപ്പം ലൊക്കേഷനും കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ 35 പേര് വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇറ്റ്സ് വെരി യൂസ്വൽ. ഈ ബ്ലോഗ് നിങ്ങൾ 35 പേർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ട്രിപ്പ് പോകാൻ പറ്റുന്നതെന്നുള്ളത്, ഇറ്റലി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓറഞ്ച് മരം കണ്ടിട്ടില്ലല്ലോ അധികം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓറഞ്ച് ഇങ്ങനെ മരത്തിൽ കായ്ച്ചു കിടക്കുന്നത് ഇവിടെ കണ്ടിട്ടുള്ളത്. ഈ ലേക്ക് ഗാർഡയുടെ വെസ്റ്റേൺ ഷോറിലുള്ള വില്ലേജുകളിലൊക്കെ ഇതുപോലെയുള്ള സിട്രസ് ട്രീകൾ നിറയെ ഗ്രോ ചെയ്യുന്ന ഫാമുകളുണ്ട്. സാധാരണയായിട്ട് ഓറഞ്ച് പോലുള്ള സിട്രസ് ഫ്രൂട്ടുകൾക്ക് സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അനുയോജ്യമായിട്ടുള്ളത്, കുറച്ച് വാമും മോയിസ്റ്റും ആയിട്ടുള്ളത്. പക്ഷേ ഈ ലേക്കിന് ചുറ്റും ഈ ഓറഞ്ചിനൊക്കെ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണുള്ളത്. ഹോട്ട് ചോക്ലേറ്റ്
അങ്ങനെ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ലേക്കിന്റെ സൈഡിലായിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ പോയിരുന്ന് കാപ്പി കുടിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ ആ ഇളം വെയിലത്ത് കോഫിയും കുടിച്ച് ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച കുറേ സ്വീറ്റ്സും അകത്താക്കി കുറേ നേരം വാചകടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിമോണെ സുൽഗാർദ എന്ന് പറഞ്ഞ ഒരു വില്ലേജിന്റെ അടുത്തൂടെയാണ്. ഈ പോകുന്ന റൂട്ട് ഭയങ്കര സീനിക് റൂട്ടാണ്. റോഡിന്റെ ഒരു വശത്ത് മെഡിറ്ററേനിയൻ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മൗണ്ടൻ, മറുവശത്ത് കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ലേക്ക് ഗാർഡ. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 3 രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആദ്യം ജർമ്മനി തുടങ്ങി, പിന്നെ ഓസ്ട്രിയ കയറി, പിന്നെയാണ് ഇറ്റലി കയറുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തെയും ലാൻഡ്സ്കേപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. ഇവരാണെങ്കിൽ ആംസ്റ്റർഡാമിൽ നിന്ന് വന്നതുകൊണ്ട് ആംസ്റ്റർഡാം, ബ്രസൽസ്, ഫ്രാൻസ് അങ്ങനെ ആ 3 രാജ്യങ്ങളൂടെ കവർ ചെയ്താണ് വന്നത്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളാണ്. ആംസ്റ്റർഡാമിൽ കൂടുതലും കനാലുകളും അങ്ങനെ ഒരു നിരപ്പായ ഒരു ലാൻഡ്സ്കേപ്പാണ് ഉള്ളത്. വീണ്ടും നമ്മൾ ആൽപ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ മലകളൊക്കെ കാണാൻ തുടങ്ങും. ഓസ്ട്രിയയിലും ഏതാണ്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇറ്റലിയിലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലും മെഡിറ്ററേനിയൻ മരങ്ങളും അങ്ങനെയൊക്കെ ഒരു വേറൊരു ലാൻഡ്സ്കേപ്പ് തന്നെ. ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത ബീച്ചിലേക്കുള്ള റോഡൊന്നും കാണാഞ്ഞിട്ട് അവസാനം ഞങ്ങൾ പിന്നെ നോർത്തേൺ ഭാഗത്തിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ റിവാ ഡെൽ ഗാർഡയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ബീച്ചിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയൊക്കെയാണ്. പക്ഷെ നല്ല ടെമ്പറേച്ചറൊക്കെ പുറത്തുണ്ടെങ്കിലും ബീച്ചിലെ വെള്ളം ഇതുവരെ നല്ല കോൾഡാണ്. ഇപ്പോൾ ബീച്ചല്ല, ലേക്കിൽ. എന്നാണ് നമ്മളിപ്പം കണ്ട അറിയാൻ സാധിച്ചത്. റിവ അഥവാ റിവാ ഡെൽ ഗാർഡ എന്ന് പറയുന്നത് ഇറ്റലിയുടെ നോർത്തേൺ പ്രോവിൻസ് ആയിട്ടുള്ള ട്രെൻറ്റോ എന്ന് പറയുന്ന പ്രോവിൻസിലെ ഒരു വില്ലേജാണ്. ഈ തടാകത്തിൻ്റെ നോർത്തേൺ ടിപ്പിലായിട്ടാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകത്തിന് ചുറ്റുമുള്ള പുൽത്തകിടിയിൽ ഒരുപാട് പേര് ഈ ഇളം വെയിൽ ആസ്വദിക്കാനായിട്ടും ചെറു കാറ്റടിക്കാനായിട്ടും ഒക്കെ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഒരു ചെറിയ ഫാമിലി പിക്നിക്കിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു കഫേ ഷോപ്പിൽ കയറിയിരുന്ന് കുറേ വാചകടിക്കുക, പിന്നെ 2 ഫോട്ടോ എടുക്കുക, പിന്നെ ലോകകാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഇടയിലുള്ള മെയിൻ കാര്യങ്ങൾ. പിന്നെ വൻ പ്ലാനിങ്ങോടുകൂടി 8 നിലയിൽ ഫ്ലോപ്പ് ആവുന്ന കുറേ റീല് പിടുത്തു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പായ വിരിച്ച് കിടക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ വിട്ടില്ല ഞങ്ങൾ അവിടെ കുത്തിയിരിപ്പായി. ഞങ്ങൾ വന്നപ്പോഴത്തെ വെതർ ഏതായാലും വലിയ മോശമായില്ല. അത്യാവശ്യം നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്വിമ്മിങ്ങിനായിട്ട് വെള്ളത്തിലിറങ്ങാനൊന്നും പറ്റില്ല. വെള്ളത്തിന് ഇപ്പോഴും നല്ല തണുപ്പാണ്. സ്വിമ്മിങ് അല്ലാതെ മറ്റു പല വാട്ടർ ആക്ടിവിറ്റീസും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. സർഫിങ്, സെയിലിങ്, പിന്നെ കാനോയിങ്, അങ്ങനെ പലവിധ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ ഇവിടെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഇതിലൊന്നും ഞങ്ങൾക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊക്കെ നോക്കി ഞങ്ങൾ ആ കരയിൽ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരം ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പബ്ലിക്കായിട്ട് ടാപ്പ് വാട്ടർ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം കുടിക്കാൻ സേഫുമാണ്. കൂടുതലായിട്ടും വെസ്റ്റേൺ യൂറോപ്പിലുള്ള മിക്ക കൺട്രീസിലും ടാപ്പ് വാട്ടർ കുടിക്കാൻ സേഫാണ്. അങ്ങനെ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ കുടയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലിരുന്ന ആ പിക്നിക് മാറ്റ് ഞങ്ങളങ്ങ് കുടയാക്കി മാറ്റി. ആ റോഡിൻ്റെ സൈഡിലിരുന്ന് സകലരും ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ എല്ലാവരും കൂടെ കൂടുമ്പം എന്തെങ്കിലുമൊക്കെ പ്രഹസനങ്ങൾ കാണിക്കാൻ നമുക്ക് വലിയ നാണക്കേടൊന്നും ഉണ്ടാവില്ലല്ലോ. തന്നെയാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ചമ്പലാകുന്നു. അങ്ങനെ ഞങ്ങളുടെ പട്ടി ഷോയൊക്കെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പോയപ്പോൾ പാർക്കിംഗ് കിട്ടാതിരുന്ന ലിമോണെ സുൽഗാർഡ എന്ന് പറഞ്ഞ വില്ലേജിനടുത്തുള്ള റോഡിൽ ഞങ്ങൾ നിർത്തി. അങ്ങനെ ആ ഫോട്ടോ പോയിന്റിൽ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ അടുത്തൊരു മരത്തിൽ ഒരു പാവ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു.
അതിനടുത്ത് പപ്പ ആൻഡ് തിലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ അത് കണ്ടപ്പോൾ മുതൽ പിന്നെ അവിടെ ഒരു കൂടോത്രക്കഥയായി, യക്ഷിക്കഥയായി, എന്നൊക്കെ പറഞ്ഞാലും ഒരു സിനിമ എടുക്കാനുള്ള കഥ വരെ ഞങ്ങൾ അവിടെ നിന്ന് ആ 2 സെക്കൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അവിടെ കണ്ട ഒരു ഇടവഴി കൂടെ പോയ ആ വില്ലേജിലേക്ക് എത്താന്ന് ആ നാട്ടുകാരുടെ ഒരാൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ വഴി പോവാണ്. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് ജോസ് ബേബി ഞങ്ങളെല്ലാം പേടിപ്പിക്കാൻ വേണ്ടി കയറി നിന്ന് ചീറ്റിപ്പോയ ഒരു രംഗമാണ്. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിമോണെ കാൽഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അറിയല്ലേ? ലെമോണ സുൽഗാർദ്, സുല്ലുണ്ടോ? ലിമോണെ സുൽ. ഈ ലേക്കിന് ചുറ്റും നമുക്ക് വാക്കിംഗ് ടൂർ ആയിട്ടോ സൈക്കിൾ ടൂർ ആയിട്ടോ ഒക്കെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പോകാൻ പറ്റിയ ഒരു പാത്തിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പൊ നടക്കുന്നത്. ഒരുപാട് സിട്രസ് ഗ്രോവ്സും ഒലിവ് ട്രീസും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ ലിമോണെ സുൽഗാർദ എന്ന് പറയുന്ന വില്ലേജ്. ഈ വില്ലേജിന്റെ പേര് തന്നെ ഈ ലെമൺ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് അതിന് അസോസിയേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് ഈ വില്ലേജിന്റെ പേര്. ഈ വഴി കൂടെ നടക്കുമ്പോഴും നമുക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ആ വഴി കൂടെ കുറേ നടന്നിട്ടും എവിടെ എത്താത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്ത് വില്ലേജിനടുത്തുള്ള പാർക്ക് ചെയ്തിട്ട് വീണ്ടും നടക്കുകയാണ്. ഒരു ഭംഗിയുള്ള ഒരു അരുവിയുടെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ഈ വില്ലേജിലേക്ക് പോകുന്ന വഴി. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും നേരം നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. ഈ ഒരു വില്ലേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരം കുറച്ച് വൈകാൻ തുടങ്ങിയതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തില് എടി അവിടുന്ന് ആ സിറ്റി കാണാം, അത് ഭയങ്കര രസമുണ്ട്. ഈ തടാകത്തിൽ ഇങ്ങനെ അലയടിക്കുന്ന വെള്ളത്തിന്റെ ഒച്ച കേട്ട് എത്ര നേരം വേണേലും നമുക്ക് ഇരിക്കാൻ തോന്നും. നേരം വൈകിയതുകൊണ്ട് അവിടെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ടൂറിസ്റ്റ് റിസോർട്ടുകളും ഹോട്ടൽ അക്കോമഡേഷനുകളും ഒക്കെ ഈ ഒരു ടൗണിന് ചുറ്റുമുണ്ട്. ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തത് ഞാനായിരുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ബാക്കി എല്ലാവരും ഭയങ്കര അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. ആ ഒരു സന്തോഷം കൂടെ എനിക്ക് ഈ കാര്യത്തിലുണ്ട്. ഞങ്ങൾ രാവിലെ റിവാർഡൽ ഗാർഡേക്ക് പോകുന്ന വഴിക്ക് പകല് നമുക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അപ്പോൾ പാർക്കിംഗ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടി വന്നു. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് നടക്കാഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന്, അപ്പോഴത് സമ്മതിക്കാഞ്ഞ് തിരിച്ചിവിടെ വന്ന് ഇവിടെ ഭയങ്കര രസമായിരുന്നു, മിസ് ചെയ്തല്ലോ എന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളൊന്നും ഇല്ലാത്ത ഈ ഒരു വൈകുന്നേര സമയത്ത് ഞങ്ങളിവിടെ വന്നത് കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ സ്ഥലം ഇത്രയേറെ ഇഷ്ടപ്പെട്ടത്. ഈ ലേക്കും മൗണ്ടനും സ്ട്രീറ്റ് ലൈറ്റും ഈ ലേക്കിന്റെ സൈഡിൽ കൂടെയുള്ള പ്രോമനാഡും എല്ലാം കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വൈബ്. നേരെ ഏതാണ്ട് 10 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പല റെസ്റ്റോറൻറ്റുകളും അടച്ചുപോയി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോമനാഡേ കൂടെ നടന്ന് ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് നല്ല നീലയും മഞ്ഞയും കളറിൽ ഞങ്ങളുടെ എല്ലാം ഡ്രിങ്കുകളൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ചു. അവിടുന്ന് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എല്ലാവരും എന്തോ ഫിഷിൻ്റെ ഗ്രില്ലൊക്കെയാണ് കഴിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ അവിടെയൊക്കെ ഒരു തിട്ടയിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ചധികം നടക്കാനുണ്ട് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് നടക്കാനായിട്ട്. നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് നടക്കുമ്പോൾ നമ്മൾ കണ്ട ആ ഒരു അരുവി ഇറ്റലിയുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് എത്തിയേക്കുവാണ്.